നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഫെബ്രുവരി മാസത്തെ മകയിരം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്തായിരിക്കും? മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്നത് എടവക്കൂറിലും ശേഷം 30 നാഴിക വരുന്നത് മിഥുനക്കൂറിലുമാണ്. അപ്പോൾ എടവക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. സർവാഭിഷ്ട സ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത്. അതേപോലെ തന്നെ കർമ്മസ്ഥാനത്താണ് രാഹു ബുധനോട് ശുക്രനോട് യോഗം ചെയ്ത് നിൽക്കുന്നത്. അവിടെ തന്നെ നിപുണായോഗം ചെയ്ത ആദിത്യനും ബുധനുമുണ്ട്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെയും ഒരു ഇഷ്ടഭാവസ്ഥിതി ഉണ്ട്. കാരണം ഭാഗ്യസ്ഥാനത്ത് ഉച്ചബലവാനായിട്ടാണ് നിവർത്തി സ്ഥാനാധിപതി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. കാരണം 4 നിൽക്കുന്ന കേതു വീട് വിട്ട് നിൽക്കുക, വീട്ടിൽ നിൽക്കുമ്പം സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, ഹൃദയ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളുള്ളവർ, അലർജി, കഫക്കെട്ട് പോലുള്ള രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. ബാക്കി എല്ലാവരെയും സംബന്ധിച്ചും നല്ല ഗുണഫലങ്ങളാണ് പറയാനുള്ളത്. തൊഴിലിൽ അഭിവൃദ്ധിയും സ്ഥാനക്കയറ്റവും കിട്ടുക, കുടുംബത്തിൽ സ്വസ്ഥത സമാധാനം ഉണ്ടാകുക, ദാമ്പത്യ ജീവിതത്തിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കഴിയുക, നടക്കാത്ത വിവാഹം നടക്കാത്തവർക്ക് ഇപ്പം നല്ല ബന്ധമൊക്കെ വരാനായിട്ട് യോഗമുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഏത് രീതിയിൽ ചിന്തിച്ചാലും വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ്. ഭൂമി വാങ്ങുക, വീട് വയ്ക്കുക, അതേപോലെ തന്നെ വാഹനം വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമുള്ള സമയമാണ്. വിവാഹം നടക്കാനായിട്ട് യോഗമുണ്ട്. മംഗളകർമ്മങ്ങൾക്ക് കുടുംബത്തിൽ യോഗമുള്ളൊരു സമയമായിട്ട് തന്നെയാണ് കാണുന്നത്. മറ്റു രീതിയിലുള്ള വലിയൊരു ദോഷമൊന്നും എടുത്ത് പറയാനില്ലാത്ത ഒരു മാസം, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാസം. എന്നാൽ മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ച്, അതായത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മവ്യാഴമാണ്. അപ്പം ജന്മരാമ വനേ ദുഃഖം എന്ന് പറയുന്ന യോഗം ചെയ്ത് നിൽക്കുന്ന കാരണം ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോയ രീതിയിലുള്ള കുറച്ചൊരു അലച്ചിലിന് യോഗമുണ്ട്. കണ്ടകശനി ദോഷം കൂടി ഉള്ളത് കാരണം കൊണ്ട് നല്ല ഇഷ്ടത്തോടു കൂടിയിട്ടും ആത്മാർത്ഥമായിട്ടും പ്രവർത്തിയെടുത്താലും അതിൻ്റെ പ്രതിഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രതിഫലം ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരാം. ഭാദ്രഗത ശൗര്യം എന്ന് പറയുന്ന യോഗം ചെയ്ത് 3-ൽ കയറി നിൽക്കുന്നുണ്ട്. സഹായിക്കേണ്ടവരുടെ പെരുമാറ്റം അപ്രിയമായി തോന്നാനുള്ള സാധ്യതയാണുള്ളത്. അതായത് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, സഹായികളൊക്കെ ശത്രുക്കളായി മാറാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് മാനസികമായിട്ട് നീരസം തോന്നാം. മറ്റൊന്ന്, അഷ്ടമത്തിൽ പോയിട്ടാണ് ചൊവ്വ നിൽക്കുന്നത്. കാര്യം ഉച്ചബലവാനാണെങ്കിൽ പോലും ലാഭാധിപതിയും അതേപോലെ ശത്രു സ്ഥാനാധിപത്യവും കൂടി വഹിച്ചിട്ട് ഉച്ചബലവാനായിട്ട് നിൽക്കുന്ന ചൊവ്വ. അപ്പോൾ അത് അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ അത്ര ഗുണം ചെയ്യില്ല എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അത് നമുക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലത്തെ തരില്ല. പിന്നെ ഒരു ഫെബ്രുവരി 21 ശേഷം ചൊവ്വയ്ക്കൊരു മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം അനുകൂലമായിരിക്കുന്ന ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നത് കാരണം കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമായിട്ടൊന്നും പറയാനും വയ്യ. ഭാഗ്യസ്ഥാനത്ത് ആദിത്യനും ബുധനും ശുക്രനും രാഹുവാണ്. അപ്പോൾ ഒരു ചതുർഗ്രഹ യോഗം വന്നു. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യാധിപതി നിൽക്കുന്നത് 10ാം ഭാവത്തിലാണ്. അപ്പോൾ ഭാഗ്യാധിപതി 10ാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം വീട് വിട്ട് അന്യദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലാവസ്ഥ പറയാം. മറ്റുള്ള രീതിയിലൊക്കെ വലിയൊരു ഗുണം പറയാൻ പറ്റില്ല. അപ്പം നല്ല പരിഹാരങ്ങൾ ചെയ്യുകയും നല്ല ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വഴിപാടൊക്കെ നടത്തുകയും ചെയ്താൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലം ഈ മാസത്തിൽ അനുഭവിക്കാനുള്ളൊരു യോഗം മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് കാണുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.